Hi everyone, welcome to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബെഡ്റൂം മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. ഇത് ഞങ്ങളുടെ തന്നെ ബെഡ്റൂം റീഡിസൈനിങ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ഫുൾ മൊത്തം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം തന്നെ ഇവിടെ മുമ്പുണ്ടായിരുന്ന ഫർണിച്ചറൊക്കെ നമ്മൾ മാറ്റി, എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഏതൊക്കെ ഫർണിച്ചേഴ്സാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ഐഡിയ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുത്ത്. അതായത് ബെഡ് വേണം, കോട്ട് വേണം, പിന്നെ കബേർഡ് വേണം, പിന്നെ ഒരു വലിയൊരു ഓഫീസ് ടേബിൾ വേണം, പിന്നെ ഒരു സൈഡ് ടേബിൾ വേണം, പിന്നെ ഒരു സീറ്റിംഗ് ഏരിയ വേണം എന്നുണ്ടായിരുന്നു, പിന്നെ TV വെക്കാനുള്ളൊരു പ്രൊവിഷനും. കാഞ്ഞങ്ങാടുള്ള D&G ഫർണിച്ചർ ഷോറൂം എന്നാണ് ഫർണിച്ചേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഷോറൂം വിസിറ്റ് ചെയ്തപ്പം കണ്ട ഒരു ബെഡ്റൂം സെറ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അത് നമ്മുടെ റൂമിനനുസരിച്ചിട്ട് നമ്മുടെ കളറിനും അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. അപ്പം നമ്മുടെ ഈ ആവശ്യങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു റഫ് 3D ഡിസൈന് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുത്ത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് വേണ്ട ഡിസൈൻ ഏകദേശം റെഡി ആയതിനു ശേഷം അടുത്തത് ഞങ്ങൾ ചെയ്തത് ഒരു ഇലക്ട്രിക്കൽ ലേ ഔട്ട് ആക്കി എന്നുള്ളതാണ്. അതായത് ഇപ്പം റൂമിൽ നിലവിലുള്ള ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് നമുക്ക് തികയോ, നമുക്ക് എക്സ്ട്രാ സ്വിച്ച് ബോർഡ്സ് വേണോ, ഉള്ള സ്വിച്ച് ബോർഡ്സിൻ്റെ ഒക്കെ പൊസിഷൻ കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക്കൽ ലേ ഔട്ട് ആക്കി. അതായത് ഓഫീസ് ടേബിളിൻ്റെ അടുത്ത് വേണ്ട സ്വിച്ച് ബോർഡ്, പിന്നെ TVക്ക് വേണ്ട സ്വിച്ച് ബോർഡ്, ബെഡിൻ്റെ അടുത്ത് സൗകര്യത്തിന് വേണ്ട സ്വിച്ച് ബോർഡ്, അപ്പോൾ ഇതിനൊക്കെ വേണ്ട ഒരു ഇലക്ട്രിക്കൽ ലേ ഔട്ട് ആക്കി. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്തത് ഫോൾസ് സീലിങ്ങിൻ്റെ ഒരു ലേ ഔട്ട് ഉണ്ടാക്കി. നമുക്ക് ഏതൊരു മോഡലിലാണ് ഫോൾസ് സീലിംഗ് വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി. ഫോൾസ് സീലിംഗ് 2 ദിവസത്തെ ജോലിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം അവർ വന്ന് ഫോൾസ് സീലിങ്ങിൻ്റെ ഫ്രെയിം, അതായത് അതിൻ്റെ സപ്പോർട്ട് ചെയ്തിട്ട് പോയി. ഇവിടെ ചെയ്തിട്ടുള്ളത് POP അല്ലെങ്കിൽ ജിപ്സം ബോർഡ് സീലിംഗ് ആണ്. അപ്പം നമുക്ക് സീലിംഗ് ഫാൻ വേണോ അഥവാ വാൾ ഫാൻ വേണോ എന്ന് ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. കാരണം സീലിംഗ് ഫാൻ വേണമെങ്കിൽ അതിന് വേണ്ടിയുള്ള പൈപ്പ് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോൾസ് സീലിങ്ങിൻ്റെ ഫ്രെയിം വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രീഷ്യനെ വിളിക്കുകയുണ്ടായി. ഈ സമയത്ത് ലൈറ്റിങ്ങിനുള്ള, അതായത് ഫോൾസ് സീലിങ്ങിൽ വെക്കാനുള്ള ലൈറ്റിങ്ങിൻ്റെയൊക്കെ വയറിംഗ് പോയിൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ വയറിംഗ് പണി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫോൾസ് സീലിങ്ങിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായത്. ജീപ്സം വെച്ചിട്ട് ഫോൾസ് സീലിംഗ് അങ്ങ് ക്ലോസ് ചെയ്തു. ഫോൾസ് സീലിങ്ങിൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇലക്ട്രീഷ്യൻ വീണ്ടും വന്ന് ബാക്കി വേണ്ട എക്സ്ട്രാ സ്വിച്ച് ബോർഡ്സിൻ്റെ ഒക്കെ പൈപ്പിങ്ങും വയറിംഗ് ഒക്കെ ചെയ്തത്. സീലിങ്ങിൽ വയറിംഗ് ചെയ്യുമ്പോൾ ചെയ്യാനുണ്ടായിരുന്ന പണിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇലക്ട്രീഷ്യനെ തിരക്കുണ്ടായത് കൊണ്ടാണ് ഇത് പിന്നീട് വന്ന് ചെയ്തത്. സീലിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തത് പെയിൻറ്റിംഗ് ആയിരുന്നു. ഇവിടെ ഞങ്ങൾ 2 കോട്ട് പുട്ടി അടിച്ചിട്ടുണ്ട്. പുട്ടി അടിക്കുന്നത് ഒരു നല്ലൊരു ഫിനിഷിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കോട്ട് പ്രൈമറും 2 കോട്ട് പെയിൻറ്റുമാണ് അടിച്ചിട്ടുള്ളത്. പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇലക്ട്രീഷ്യനെ വീണ്ടും വിളിച്ചിട്ട് ലൈറ്റ്സും സ്വിച്ച് ബോർഡും ഫാനും ഇതെല്ലാം ഫിക്സ് ചെയ്തത്. ഞങ്ങളിവിടെ 3 പ്രാവശ്യമാണ് ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ടായത്. അതായത് ആദ്യത്തെ പ്രാവശ്യം പൈപ്പ് ഇടാൻ വേണ്ടിയിട്ടും, രണ്ടാമത്തെ പ്രാവശ്യം വയറിങ്ങിനും, മൂന്നാമത്തെ പ്രാവശ്യം ലൈറ്റ്സും സ്വിച്ച് ബോർഡും ഫാനും ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അങ്ങനെ റൂമിൻ്റെ സീലിങ്ങും പെയിൻറ്റിങ്ങും എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓൾറെഡി കസ്റ്റമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫർണിച്ചേഴ്സ് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യണത്. ഞങ്ങൾ റൂമിന് സെലക്ട് ചെയ്തത് ഒരു ലൈറ്റ് കളർ, അതായത് വൈറ്റും ലൈറ്റ് ഗ്രേ തീമുമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വൈറ്റ് സെലക്ട് ചെയ്തത്. പിന്നെ ചെറിയൊരു റൂം ആയതുകൊണ്ടും പിന്നെ ഒരുപാട് ഫർണിച്ചേഴ്സ് ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത് കൊണ്ടും ഡാർക്ക് കളറിനേക്കാളും കുറച്ചുകൂടെ വൈറ്റ് കളറായിരിക്കും ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ കർട്ടൻസും ഞങ്ങൾ ലൈറ്റ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ സീബ്ര ബ്ലൈൻഡ്സിന് പകരം, അതായത് നോർമലി എല്ലായിടത്തും കാണുന്നുള്ള സീബ്ര ബ്ലൈൻഡ്സിന് പകരം ഞങ്ങൾ റോമൻ ബ്ലൈൻഡ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു 4 ഡോർ കബേർഡ് ഒന്നിച്ച് വെക്കുന്നതിന് പകരം ഞങ്ങൾ വിൻഡോൻ്റെ വോളിൽ 2 സൈഡായിട്ട് 2 ഡോർ 2 സൈഡായി വെച്ചതിന് ശേഷം അതിൻ്റെ നടുവിൽ ഒരു സീറ്റിംഗ് പ്രൊവിഷൻ ആക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫസ്റ്റ് ഷോറൂമിൽ പോയപ്പം കണ്ട ഒരു TV സ്റ്റാൻഡാണിത്. അപ്പം
ഇത് ഞങ്ങളുടെ വിൻഡോൻ്റെ സൈസിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഒരു കുഷൻ വെച്ച് ഒരു സീറ്റിംഗ് പ്രൊവിഷൻ ആക്കിയെടുത്തു. കബേർഡും സീറ്റിംഗ് പ്രൊവിഷനും ഞങ്ങളൊരു വൈറ്റ് UV ഫിനിഷും പിന്നെ ടീക്ക് ഫിനിഷിലുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ മുകളിൽ 2 സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചുമരിൽ ഞങ്ങൾ ഓഫീസ് ടേബിളാണ് വെച്ചിട്ടുള്ളത്. ഓഫീസ് ടേബിളും ഞങ്ങൾ വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തത്. അതിന് മുകളിലായിട്ട് ഗ്ലാസ് ടോപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ CPU, UPS പിന്നെ പ്രിൻ്റർ അതൊക്കെ വെക്കാനായിട്ട് സൈഡിൽ ഒരു ബോക്സ് പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയയിൽ കുറച്ചുകൂടെ ഭംഗി കൂട്ടാനായിട്ട് ഒരു സൈഡിൽ ബോക്സ് സ്റ്റോറേജ്, അതായത് ഹാങ്ങിങ്സ് 3 സെറ്റുള്ള ഒരു ഹാങ്ങിങ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ വാളിൽ ഒരു ആബ്സ്ട്രാക്ട് പെയിൻറ്റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. കോട്ടിൻ്റെ ഹെഡ് റെസ്റ്റ് കുഷൻ വെച്ചിട്ടാണ്, അതായത് റക്സൻ ഫിനിഷാണ്. വളരെ സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്, ഫോൾസ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ബെഡിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു സൈഡ് ടേബിളാണ് നൽകിയിട്ടുള്ളത്. ഞങ്ങളിവിടെ ഒരു സൈഡ് ടേബിൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയാണ് സ്വിച്ച് ബോർഡ് ഉള്ളത്. സൈഡ് ടേബിളിൻ്റെ സൈഡിലായിട്ട് ഫുൾ ലെങ്ത് മിററുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഡോറ് പിന്നെ വാഷ് ബേസിൻ ഇതൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ചുകൂടെ പ്രൈവസി ആയിട്ട് ഒരു ഡ്രസ്സിംഗ് റൂമിനും വേണ്ടിയിട്ട് ഞങ്ങളൊരു ഫുൾ ലെങ്ത് കേർട്ടനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റൂമിൻ്റെ വാൾസും ഫേർണിച്ചേഴ്സും ലൈറ്റ് കളർ ആണെങ്കിലും ഞങ്ങളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ആക്സസറീസ്, അതായത് ക്ലോക്ക്, ബെഡ്ഷീറ്റ്സ്, പില്ലോസ് ഇതൊക്കെ ഞങ്ങൾ ഡാർക്ക് കളേഴ്സ്, അതായത് കുറച്ചും കൂടെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, യെല്ലോ കളർ, ബ്ലൂ കളർ, ഗ്രീൻ കളറൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. രാത്രിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഫുഡ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. വീണ്ടും കുറേ നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.